So far we have done with the basics of income tax. After that, residential status. Then ഇതുവരെ നിങ്ങൾക്ക് ഇൻകം ടാക്സിൽ ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഓൾറെഡി. what are the basics? Previous year assessment, then persons liable to pay income tax rate, surcharge rate, marginal relief. Likewise, you might have got so many idea relating to income tax which are very basic in understanding income tax. Next we discussed residential status because ഒരു അസസിയുടെ ടോട്ടൽ ഇൻകം അതുപോലെ തന്നെ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നതിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുക. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ വി ആർ മൂവിങ് ഓൺ ടു ഹെഡ്സ് ഓഫ് ഇൻകം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിസൈഡ് ചെയ്തതിന് ശേഷം ഒരു അസസിയുടെ ടോട്ടൽ ഇൻകത്തെ ഞാൻ 5 ഹെഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഹെഡ്സ് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, PGBP, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഫൈനലി ഇൻകം ഫ്രം അതർ സോഴ്സസ്. ദെൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വൈ വി ആർ ഡിവൈഡിങ് ദ എൻറ്റയർ ഇൻകംസ് ഇൻ ടു 5 ഹെഡ്സ്? The answer is that, say for example, a person took a lottery and he got the money, he won the lottery and he got a huge amount of money. Say for example, another person is working in a company and he is receiving salary. Both of these are incomes, but these incomes are not coming in the same way. ഒരു ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളണ്ടറി ആയിട്ട് അദ്ദേഹം പണിയെടുത്തിട്ട് കിട്ടുന്ന ഇൻകമാണ് അയാൾക്ക്. അതുപോലെ തന്നെ ഒരു ഇൻകം ചുമ്മാ കിട്ടിയ പൈസയാണ്. അപ്പോൾ എല്ലാ ഇൻകത്തെയും ഒരിക്കലും നമ്മൾ ഒരേപോലെ ടാക്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് എല്ലാ ഇൻകത്തിനും നമ്മൾ ഡിഫറൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു അസസിയുടെ എല്ലാ ഇൻകത്തെയും ഞാൻ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഇൻകം ഫ്രം സാലറി, ഹൗസ് പ്രോപ്പർട്ടി, PGBP, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഫൈനലി ഇൻകം ഫ്രം അതർ സോഴ്സസ്. അപ്പോൾ നമ്മളിനി ഓരോ ഹെഡ്സിലും ഒരുപാട് റൂൾസും പ്രൊവിഷൻസും അലവൻസും ഡിസലവൻസും ഡിഡക്ഷൻസും എക്സംഷൻസും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാണ്ട്. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ ഓരോ ഹെഡ്സും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. നമ്മൾ സെക്ഷൻ വൈസ് ഓർഡർ പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് സാലറിയാണ്. പക്ഷേ നമ്മൾ ടു മേക്ക് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മളിതിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലാണ് തുടങ്ങുന്നത്. ദെൻ വിൽ ഡിസ്കസ് സാലറി, ദെൻ വിൽ ഡിസ്കസ് PGBP, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഫൈനലി ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഈ ഹെഡ്സ് ഓഫ് ഇൻകം ആണ് ആക്ച്വലി ഇൻകം ടാക്സിലെ ക്വസ്റ്റ്യൻസിലെ ഒരു മോർ ദാൻ 60% ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസും വരിക ഈ ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ നിന്നാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. മീൻസ് നിങ്ങളുടെ പഠനത്തിൽ മാത്രമല്ല ത്രൂ ഔട്ട് യുവർ ആർട്ടിക്കൽഷിപ്പ് ലൈഫ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഏരിയയാണ് ഹെഡ്സ് ഓഫ് ഇൻകം. അപ്പോൾ കീപ് വാച്ചിങ് ദ വീഡിയോസ്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ കോഴ്സ് ടെൻറ്റേറ്റീവ്ലി വിൽ ബി എൻഡിങ് ഓൺ ദിസ് 20 അല്ലെങ്കിൽ 23 വരെ ഉള്ള ഡേറ്റുകളായിരിക്കും നമ്മുടെ കോഴ്സ് എൻഡ് ചെയ്യുന്നത്. വീഡിയോസ് ഒരു ഈ മാസം ലാസ്റ്റ് വരെ ഐ വിൽ മേക്ക് ദ വീഡിയോസ് അവൈലബിൾ ഇൻ യൂട്യൂബ്. ലേറ്റർ ദ വീഡിയോ വിൽ നോട്ട് ബി അവൈലബിൾ ആൻഡ് ഡൗട്ട് സപ്പോർട്ട് ആൻഡ് ഓൾ ദീസ് തിങ്സ് വിൽ നോട്ട് ബി അവൈലബിൾ. അപ്പോൾ നിങ്ങൾ ആസ് സൂൺ ആസ് പോസിബിൾ ഡെയിലി വീഡിയോ വാച്ച് ചെയ്ത് പോവുക. ഡെയിലി വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുക. ദെൻ നിങ്ങളുടെ ഒരുപാട് പേര് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഐ ആം എക്സ്ട്രീംലി ഹാപ്പി ഓവർ ദാറ്റ്. മാക്സിമം എല്ലാ ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ഫീഡ്ബാക്കും സജഷൻസും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലീസ് ഡു ടെക്സ്റ്റ് മീ. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ എൻ്റെ നമ്പർ മെൻഷൻ ചെയ്യാറുണ്ട് അറ്റ് ദ എൻഡ്. സോ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ മൂവിങ് ബാക്ക് ടു ദ ടോപ്പിക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. സിമ്പിളായിട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ഹെഡാണ്. കൂടുതൽ പഠിക്കാനും കാര്യങ്ങളൊന്നുമില്ല, വെരി ഈസി. സോ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ആക്ച്വലി എന്ത് ഇൻകമാണ് ഈ ഹെഡിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെൻ്റൽ ഇൻകം ഫ്രം ലെറ്റിംഗ് ഔട്ട് ഓഫ് പ്രോപ്പർട്ടി. റെൻ്റൽ ഇൻകം പല രീതിയിൽ നമുക്ക് റെൻറ്റ് വരാം. റെൻറ്റിങ് ഓഫ് മെഷീനറി, റെൻറ്റിങ് ഓഫ് പ്ലാന്റ്, റെൻറ്റിങ് ഓഫ് ഫേർണിച്ചർ, റെൻറ്റിങ് ഓഫ് ബിൽഡിങ്, റെൻറ്റിങ് ഓഫ് ഹോം, ഇതൊക്കെ റെൻറ്റിംഗ് ആണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഇൻകം ഉണ്ടാവും. ഇതിൽ നിന്നും റെൻറ്റിങ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വീടോ ബിൽഡിങ്ങോ ക്വാർട്ടേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ വരുള്ളൂ. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻകം ടാക്സിലെ സെക്ഷൻ 22 മുതൽ സെക്ഷൻ 27 വരെയുള്ള ഏരിയയിലാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഏതൊരു ഹെഡ്സ് ഓഫ് ഇൻകം പറയുമ്പോഴും, സേ ഫോർ എക്സാമ്പിൾ സാലറി ഹെഡ്സ് ഓഫ് ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്ഷൻ 15 സെക്ഷൻ 15 പറയുന്നത് ഏതൊക്കെ ഇൻകമാണ് ഇൻകം ഫ്രം സാലറി ആയിട്ട് ടാക്സ് ചെയ്യാന്നുള്ളത്. അതുപോലെ ഏതൊരു ഹെഡ്സ് ഓഫ് ഇൻകം ടാക്സ് ചെയ്യുമ്പോഴും ആദ്യത്തെ സെക്ഷൻ പറയുക, അല്ലെങ്കിൽ ആ ഹെഡ്സ് ഓഫ് ഇൻകം സ്റ്റാർട്ട് ചെയ്യുക ചാർജിങ് സെക്ഷൻ വെച്ചാണ്. നമ്മുടെ ഇൻകം ടാക്സിന് ഒരു ചാർജിങ് സെക്ഷൻ ഉണ്ട്. നമ്മൾ ബേസിക് കൺസെപ്റ്റ്സിൽ പറഞ്ഞായിരുന്നു സെക്ഷൻ 4 4 കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു ചാർജിങ് സെക്ഷൻ ഉണ്ടായതുകൊണ്ടാണ് നമ്മളൊരു അസസി ടാക്സ് കൊടുക്കാൻ ഇന്ത്യയിൽ ലയബിൾ ആവുന്നത്. അതുപോലെ whenever a new heads of income starts in income tax, it will be starting with a charging section. In case of income from house property also starts with a charging section, that is nothing but section 22. Section 22 is the charging section. Section 22 charging section പറയുന്നത് ഇതാണ്, റെൻ്റൽ ഇൻകത്തിന് നമ്മൾ ഇൻകം ടാക്സിൽ വിളിക്കുന്ന ഒരു പേരാണ് ആനുവൽ വാല്യൂ. ആനുവൽ വാല്യൂ is taxable under income from house property if the following conditions are satisfied.
there are two conditions to be satisfied to tax or to tax an income under income from house property. രണ്ട് കണ്ടീഷൻസ് ഉണ്ട് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ടാക്സ് ചെയ്യണമെങ്കിൽ. അതിൽ ഫസ്റ്റ് കണ്ടീഷനാണ് ദർ ഷുഡ് ബി എ ഹൗസ് പ്രോപ്പർട്ടി. ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിൽഡിങ്, വീട്, കാറ്, അതുപോലെ തന്നെ പ്ലാന്റ്, ഫേർണിച്ചർ, അങ്ങനെയല്ല, ഹൗസ് പ്രോപ്പർട്ടി. ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷനായി പറഞ്ഞാൽ ദർ മസ്റ്റ് ബി എ ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പർ ടെനൻറ്റ് ദെയർ ടു. അപ്പർ ടെനൻറ്റ് ദെയർ ടു പറഞ്ഞാൽ ലാൻഡ് അസോസിയേറ്റഡ് അല്ലെങ്കിൽ റിലേറ്റഡ് ദെയർ ടു എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടായിരിക്കണം. ഇനി ആ ബിൽഡിങ്ങും വീടും മാത്രമല്ല, ബിൽഡിങ്ങിനോടും അതുപോലെ തന്നെ വീടിനോടും റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കൂടി നിൽക്കുന്ന ലാൻഡ് ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ആയിട്ട് പറഞ്ഞാലും പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു വീടും ഒരു സ്ഥലവും നമ്മൾ റെൻറ്റിന് എടുത്തു. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം അത് വീടിനും അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ള സ്ഥലത്തിനും കൂടെ ആണെങ്കിലും അത് എന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും? പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ പ്രൈം കണ്ടീഷൻ ഇതാണ്. സ്ഥലം ഉണ്ടാവുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യട്ടെ, അവിടെ എന്ത് വേണം? പ്രോപ്പർട്ടി വേണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ എനിക്കൊരു ടൗണിൽ കുറച്ച് വാക്കൻ്റ് ആയിട്ട് സ്പേസ് ഉണ്ട്. ഞാനതൊരു സർക്കസ് കമ്പനിക്ക് എന്ത് ചെയ്തു? റെൻറ്റിന് കൊടുത്തു. അപ്പോൾ ആക്ച്വലി ഐ ആം ലെറ്റിംഗ് ഓൺലി ദ ലാൻഡ്, അല്ലേ? ലാൻഡ് മാത്രമാണ് ഞാൻ ലെറ്റ് ഔട്ട് ചെയ്യണേ. അങ്ങനെ ആകുമ്പോൾ എന്താവില്ല, അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ല. കാരണം അവിടെ പ്രോപ്പർട്ടി ഇല്ല. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ലിറ്ററൽ മീനിങ് അല്ലെങ്കിൽ വേർഡ് മീനിങ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പല അസറ്റുകളൊക്കെ പ്രോപ്പർട്ടി അല്ലേ. പക്ഷേ ഇൻകം ടാക്സിൽ പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഹൗസ് പ്രോപ്പർട്ടിയാണ്. കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. സോ വി ആർ ഡിസ്കസിങ് ദ ചാർജിങ് സെക്ഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. വാട്ട് ആർ ദ കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ് ടു charge an income under income from house property? The first condition is there should be a house property. House property means building or land appertaining thereto. Mere land is not a property and the income from land, letting of land will not be taxed under income from house property. പിന്നെ ഇത് ഏത് ഹെഡിലായിട്ടോ ടാക്സ് ചെയ്യാം? ഇൻകം ഫ്രം അതർ സോഴ്സ്. ഓക്കെ. നെക്സ്റ്റ്, അസസി ഷുഡ് ബി ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. നിൻ്റെ കയ്യിൽ റെൻ്റൽ ഇൻകം ടാക്സ് ചെയ്യണമെങ്കിൽ ഏതാണോ പ്രോപ്പർട്ടി, ഏത് പ്രോപ്പർട്ടിമേയാണോ നിനക്ക് റെൻ്റൽ ഇൻകം കിട്ടുന്നത്, ആ പ്രോപ്പർട്ടിൻ്റെ ഓണർഷിപ്പ് ആരുതായിരിക്കണം? നിൻ്റെതായിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു ബിൽഡിംഗ് ഉണ്ട്. ഞാൻ മിസ്റ്റർ കുമാറിന് റെൻറ്റ് കൊടുത്തു. അപ്പോൾ കുമാർ എനിക്ക് റെൻ്റൽ ഇൻകം തരും. റെൻ്റൽ ഇൻകം എനിക്ക് റെൻ്റാണ്. അത് എൻ്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് കുമാർ തരുന്ന റെൻറ്റ് എൻ്റെ ഇൻകം ആയിട്ട് ടാക്സ് ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷനല്ലേ? ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. ഉണ്ടല്ലോ, എൻ്റെ വീടുണ്ടല്ലോ, ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. ആ ഹൗസ് പ്രോപ്പർട്ടീൻ്റെ ഓണർ ആരായിരിക്കണം? ഞാനാണ്. ശരി. അപ്പോൾ കുമാർ എനിക്ക് തന്ന ഇൻകമാണ് എൻ്റെ കയ്യിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് ടാക്സ് ചെയ്യുക. കുമാറിൻ്റെ കയ്യിലാണോ ടാക്സ് ചെയ്യുക? ഒരിക്കലല്ല കേട്ടോ. കുമാർ ആരാണ്? കുമാർ ടെനൻ്റാണ്, വാടകക്കാരനാണ്. അവന് റെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻകാണോ? അല്ല, എക്സ്പെൻസാണ്. ആർക്കാണ് ഇൻകം ഉണ്ടാവുക? വീട് റെൻറ്റിന് കൊടുത്ത ആൾക്കാണ്, അഥവാ ലാൻഡ് ലോഡിനാണ് എന്തുണ്ടാവുക? ഇൻകം ഉണ്ടാവുക. ടെനൻറ്റ് വിൽ ബി ഹാവിങ് ഓൺലി എക്സ്പെൻസ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവൻ്റെ ഭാഗം പഠിക്കാത്തത്. ഫൈൻ. ഇനി പിന്നെ പറഞ്ഞു വെച്ചാൽ ഓണർ എന്ന് പറഞ്ഞാൽ, ഓണർ പറഞ്ഞാൽ ഇൻകം ടാക്സിൻ്റെ നമ്മൾ ഓണർ സാധാരണ പറയും. നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ യഥാർത്ഥ ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിക്ക് ടൈറ്റിൽ ഓഫ് അസറ്റ് ഉണ്ടാവും, എന്ന് പറഞ്ഞാൽ ആധാരമൊക്കെ ഉണ്ടാവും. ആധാരത്തിലാണ് ആരാണോ ഓണർ അവനൊക്കെ ഓണർ എന്നൊക്കെ പറയും. പക്ഷേ ഇൻകം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെയൊന്നുമല്ല. ഹൂ ഈസ് ദ പേഴ്സൺ ഹാവിങ് ദ റൈറ്റ് ടു റിസീവ് ഇൻകം ഓൺ ദ പ്രോപ്പർട്ടി, ഹീ ഈസ് സെഡ് ടു ബി ദ ഓണർ. ആർക്കാണോ എന്താ പറയുക പ്രോപ്പർട്ടിമല്ലേ ഇൻകം കിട്ടാനുള്ള റൈറ്റിലത്, അവനെ നമ്മൾ പ്രോപ്പർട്ടീൻ്റെ എന്തായിട്ട് കൺസിഡർ ചെയ്യും? ഓണറായിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ നമ്മൾ ചാർജിങ് സെക്ഷനിൽ പറഞ്ഞ കുറച്ച് അതുമായി റിലേറ്റഡ് ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രോപ്പർട്ടി ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഓഫ് ദ അസസി. ഇപ്പോൾ എന്താ പറയുക, എനിക്കൊരു ബിൽഡിംഗ് ഉണ്ട്. ഞാൻ ആ ബിൽഡിംഗ് ഐ എം എ ചാർട്ടർ അക്കൗണ്ടൻറ്റ് ഹാവിങ് മൈ ഓൺ പ്രാക്ടീസ്. സോ പ്രാക്ടീസ് ചെയ്യാൻ ചാർട്ടർ അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഐ എം ഹാവിങ് പ്രൊഫഷൻ. അപ്പോൾ ഞാൻ എൻ്റെ ബിൽഡിങ് എൻ്റെ പ്രൊഫഷന് വേണ്ടിയിട്ട് എൻ്റെ ഓഫീസായിട്ട് യൂസ് ചെയ്യാണ്. അങ്ങനെയെങ്കിൽ ദ പ്രോപ്പർട്ടി ഉണ്ട്, ഓണർ അസസി തന്നെയാണ്. പക്ഷേ അസസിയുടെ സ്വന്തം ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ നിന്നുണ്ടാവുന്ന ഇൻകം അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഏരിയയിൽ കവർ ചെയ്യുന്ന പ്രോപ്പർട്ടി അല്ല. സോ ഇഫ് ദ പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ എനി ബിസിനസ് ഓർ പ്രൊഫഷൻ ഇറ്റ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ബൈ ദ ഇറ്റ് ഷുഡ് നോട്ട് ബി കവേർഡ് അണ്ടർ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നേരെ മറിച്ച് ഞാൻ ആ പ്രോപ്പർട്ടി മിസ്റ്റർ അറക്കൽ അബുവിന് ഞാൻ എന്ത് ചെയ്തു? റെൻറ്റിന് കൊടുത്തു. മിസ്റ്റർ അറക്കൽ അബു ഈസ് എ പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി. അപ്പോൾ അവിടെ അവൻ്റെ ബിസിനസ്സോ അല്ലെങ്കിൽ അവൻ്റെ പ്രൊഫഷനോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അവിടെ അസസി ഇറ്റ് സെൽഫ് അല്ലെങ്കിൽ ഓണർ അല്ല എന്ത് ചെയ്യുന്നത്? ബിസിനസ്സോ പ്രൊഫഷനോ ചെയ്യുന്നത് ടെനൻ്റാണ്. അപ്പോൾ ടെനൻറ്റിൻ്റെയും ബിസിനസ്സോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. പക്ഷേ അസസി സ്വന്തം ഓണർ തന്നെ അതിലെന്ത് ചെയ്യരുത്? ബിസിനസ്സോ പ്രൊഫഷനോ ചെയ്യരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ പ്രോപ്പർട്ടി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലല്ല വരിക, PGBP-ലാണ് കവർ ആവുക. So we are moving on a little more faster. We have to do a lot of problems and all these things. In the next year, say for example, confident group of builders. Have you heard about confident group of builders? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിൽഡിംഗ് അല്ലെങ്കിൽ ഇറ്റ്സ് എ ബിൽഡർ അല്ലേ. അവർ ഒരുപാട് ഫ്ലാറ്റ് അതുപോലെ തന്നെ വില്ലാസൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? സെല്ല് ചെയ്യും. ദാറ്റ്സ് ദെയർ ബിസിനസ്. അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടാവും.
ആസ് ഫാർ ആസ് ദം ഈസ് കൺസേൺഡ് പ്രോപ്പർട്ടി ഈസ് നോട്ട് വാട്ട് ഷുഡ് ഐ സേ അവരുടെ അസറ്റല്ല, അല്ലെങ്കിൽ അസറ്റാണ്, അവർ എന്ത് അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, അവരുടെ സ്റ്റോക്ക് ഇൻ ട്രേഡാണ്. അപ്പോൾ സ്റ്റോക്ക് ഇൻ ട്രേഡായിട്ട് അവർ വീടുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരെ വാടക കൊടുത്തുകൊണ്ട് റെൻ്റൽ ഇൻകം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് എന്താണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ വാട്ട് ഷുഡ് ഐ സേ സെല്ലിങ് ദീസ് പ്രോപ്പർട്ടീസ് അല്ലേ, അവർ സെല്ല് ചെയ്യും. അപ്പോൾ സെല്ല് ചെയ്യുന്ന സമയത്ത് ഇൻകം ടാക്സ് പറയുന്ന ഒരു കേസ് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ പ്രോപ്പർട്ടി ബിൽഡിങ് ഞാൻ കോൺഫിഡൻറ്റ് ബിൽഡറാണ്. കോൺഫിഡൻറ്റ് ബിൽഡറായ ഞാനൊരു ജൂൺ 30 2020 ജൂൺ 30 2020 ഞാനൊരു പ്രോപ്പർട്ടി കംപ്ലീറ്റ് ചെയ്തിട്ട് ആ കംപ്ലീറ്റ് ചെയ്ത ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡ് മുതൽ, അപ്പോൾ ജൂൺ 30 2020 എന്ന് പറഞ്ഞാൽ ഏത് ഫിനാൻഷ്യൽ ഇയറിൽ വരികയാണ്, 2020-21 വരുന്നതാണ്. അപ്പോൾ ആ കംപ്ലീറ്റ് ചെയ്ത ഇയറിൻ്റെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡ് പറഞ്ഞാൽ 31 മാർച്ച് 2021. അപ്പോൾ കംപ്ലീറ്റ് ചെയ്ത ഇയറിൻ്റെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡ് മുതൽ 2 വർഷം വരെ ആ പ്രോപ്പർട്ടി ഞാനൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ സെല്ല് ചെയ്തിട്ടില്ലെങ്കിൽ, അതുപോലെ തന്നെ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി എന്ത് ചെയ്യും, നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ ആ പ്രോപ്പർട്ടീനെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ എന്താണോ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് ആ ട്രീറ്റ്മെൻറ്റ് പോലെ നമ്മൾ എന്ത് ചെയ്യും. അപ്പോൾ കംപ്ലീറ്റ് ചെയ്ത ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡ് മുതൽ അടുത്ത 2 വർഷം വരെ ആ പ്രോപ്പർട്ടീൻ്റെ ആനുവൽ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, നില്ലായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ചാർജിങ് സെക്ഷൻ എന്താണെന്ന് പറഞ്ഞു, ദെൻ ലേറ്റർ നമ്മൾ 2 കണ്ടീഷനൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ വി ആർ മൂവിങ് ഓൺ ടു ദ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് ഇൻകം ടാക്സിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ ഹൗസ് പ്രോപ്പർട്ടി ക്യാൻ ബി ട്രീറ്റഡ് ഇൻ ടു 3 ways: let out property, self-occupied property and deemed let out property. We are going to learn all these 3 types of properties one by one. First of all, we are going to learn about let out property. Let out property എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടകയ്ക്ക് കൊടുത്ത പ്രോപ്പർട്ടി, റെൻറ്റിന് കൊടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ മിസ്റ്റർ ഷബാബ് ഈസ് ഹാവിങ് എ പ്രോപ്പർട്ടി ആൻഡ് ഹീ ലെൻഡഡ് ദാറ്റ് പ്രോപ്പർട്ടി ടു മിസ്റ്റർ ദാനിഷ്. അപ്പോൾ ഷബാബ് ഈസ് ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി, ലാൻഡ് ലോഡ് ഓഫ് ദ പ്രോപ്പർട്ടി, ഡാനിഷ് ഈസ് ദ ടെനൻറ്റ്. അപ്പോൾ ടെനൻ്റ് ആയ ഡാനിഷ് എന്ത് ചെയ്യും, ഷബാബിന് എല്ലാ മാസവും റെൻറ്റ് കൊടുക്കും. അപ്പോൾ ആസ് ഫാർ ആസ് ഷബാബ് ഈസ് കൺസേൺഡ്, ഷബാബിൻ്റെ പ്രോപ്പർട്ടിയാണ്, ഓണർഷിപ്പ് ഷബാബിൻ്റെ ആണ്, പ്രോപ്പർട്ടി അവിടെ ഉണ്ട്, അത് ഷബാബിന് ഇൻകമാണ്. ഏത് ഇൻകമാണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അത് എന്ത് പ്രോപ്പർട്ടിയാണ്? ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഷബാബിൻ്റെ ഓണർഷിപ്പിലില്ല, ദാനിഷിന് റെൻറ്റിന് കൊടുത്ത ഈ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിൻ്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നില്ലാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചതിന് ശേഷം വിൽ മൂവിങ് ഓൺ ടു സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി, ദെൻ വിൽ മൂവ് ഓൺ ടു ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ അതായത് ഏരിയാസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. സോ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. അപ്പോൾ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടിനെ പറ്റി പറയാനൊന്നുമില്ല, വാടക കൊടുത്ത പ്രോപ്പർട്ടി. അപ്പോൾ വാടക കൊടുത്ത പ്രോപ്പർട്ടിയുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, റെൻ്റൽ ഇൻകം ഉണ്ടാവും. ഈ റെൻ്റൽ ഇൻകം ഞാൻ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഈ റെൻ്റൽ ഇൻകത്തിന് ഞാൻ പറയുന്ന പേരാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിൻ്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഞാൻ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നില്ലാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിൻ്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഐ നീഡ് ടു ഡിസ്കസ് 4 concepts before you. 4 concepts. Say for example, so the values, the 4 things that I'm going to discuss about you is before you is, first one MRV, municipal rental value. Say for example, എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, SK വില്ലാസ്. അപ്പോൾ ഈ SK വില്ലാസിൽ എല്ലാ ഇയറിലും ഞാനൊരു സർട്ടൻ എമൗണ്ട് ഞാൻ എൻ്റെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ എൻ്റെ പഞ്ചായത്തായ മലപ്പുറം മുനിസിപ്പാലിറ്റിയിലോട്ടോ, പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലോട്ടോ, എറണാകുളം മുനിസിപ്പാലിറ്റിയിലോട്ടോ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, പേ ചെയ്യേണ്ടി വരും. ആ പേ ചെയ്യുന്ന എമൗണ്ടിനെ ഞാൻ പറയുന്ന പേരാണ് മുനിസിപ്പൽ ടാക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ടാക്സ് എന്നൊക്കെ പറയും. ഈ പ്രോപ്പർട്ടി ടാക്സ് ആക്ച്വലി എൻ്റെ മുനിസിപ്പാലിറ്റി എൻ്റെ പ്രോപ്പർട്ടിമേ ഇമ്പോസ് ചെയ്യുക, എൻ്റെ പ്രോപ്പർട്ടിക്ക് അവരൊരു വാല്യൂ നിശ്ചയിച്ചിട്ടാണ്, വാല്യൂ ഡിസൈഡ് ചെയ്തിട്ടാണ്. അങ്ങനെ എൻ്റെ പ്രോപ്പർട്ടിമേ മുനിസിപ്പൽ ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോപ്പർട്ടി ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ലോക്കൽ അതോറിറ്റി എൻ്റെ പ്രോപ്പർട്ടിക്ക് ഫിക്സ് ചെയ്ത വാല്യൂവിനെ പറയുന്ന പേരാണ് മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ ഓർ MRV. MRV stands for it is the value of property as per municipal records for charging municipal tax. മുനിസിപ്പൽ ടാക്സ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലോക്കൽ അതോറിറ്റി ഫിക്സ് ചെയ്ത എമൗണ്ടിനെ പറയുന്ന പേരാണ് മുനിസിപ്പൽ വാല്യൂ. സോ ദ മുനിസിപ്പൽ ടാക്സ് വിൽ ബി ഓൾവേസ് കമ്പ്യൂട്ടഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് മുനിസിപ്പൽ വാല്യൂ. MRVൻ്റെ മുനിസിപ്പൽ റെൻ്റൽ വാല്യൂവിൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മുനിസിപ്പൽ
റെൻറ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ, എൻ്റെ പ്രോപ്പർട്ടി കിടക്കുന്നത് ഇപ്പോൾ എറണാകുളം MG റോഡിൻ്റെ ഓപ്പോസിറ്റിലോ അങ്ങനെയൊക്കെ ആണെന്ന് കരുതിക്കോ. അതേപോലത്തെ അതേ സ്ക്വയർ ഫീറ്റിൽ അതേ രീതിയിലുള്ളൊരു വില്ല, അനദർ വില്ല, സെയിം പേഴ്സൺ വേറെ ആൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതേ പ്രോപ്പർട്ടി അതേ പൊസിഷനിലുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ പറയും എൻ്റെ ബിസിനസ്സിൻ്റെ ഫെയർ റെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ബിസിനസ്സിൻ്റെ അല്ല, എൻ്റെ പ്രോപ്പർട്ടിയുടെ ഫെയർ റെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അതേപോലത്തെ ആ പ്രോപ്പർട്ടിക്ക് എന്താണോ ആനുവലി കിട്ടുന്ന റെൻറ്റ്, അതാണ് എൻ്റെ പ്രോപ്പർട്ടിയുടെ ഫെയർ റെൻറ്റ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്കൊരു കാറുണ്ട്, നിങ്ങൾ അതേ മോഡലിലെ കാറ് വേറൊരു ആൾക്കും കൂടെ ഉണ്ടെങ്കിൽ അയാളുടെ കാറിൻ്റെ മതിപ്പ് വില എന്താണോ അതന്നെയല്ലേ നിങ്ങളുടെ കാറിൻ്റെ മതിപ്പ് വില. ആ വാല്യൂവിനെ പറയുന്ന പേരാണ് എന്ത്, ഫെയർ വാല്യൂ. അപ്പോൾ അത് റെൻറ്റലിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂയിലോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രോപ്പർട്ടിക്ക് എന്ത് റെൻറ്റ് കിട്ടുന്നു, നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പോലുള്ള മറ്റൊരു പ്രോപ്പർട്ടിക്ക് എന്ത് റെൻറ്റ് കിട്ടുന്നുണ്ട് എന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഫെയർ റെൻ്റൽ വാല്യൂ. ഫെയർ റെൻ്റൽ വാല്യൂ ഇറ്റ് മീൻസ് ദ റെൻറ്റ് ഓഫ് സിമിലർ പ്രോപ്പർട്ടി in same locality. Next, standard rental value. Standard rental value means it is the value fixed by Rent Control Act. In many states, the state government will be enacting a particular act or a particular statute called Rent Control Act to fix the maximum limit of rent to be collected from certain properties. ചില ഏരിയയിലുള്ള പ്രോപ്പർട്ടീസും റെൻറ്റ് മാക്സിമം എത്ര കളക്ട് ചെയ്യും എന്ന് പറയാൻ വേണ്ടിയിട്ട് ചില സ്റ്റേറ്റുകൾ കൊണ്ടുവരുന്ന ഒരു നിയമമാണ് റെൻറ്റ് കൺട്രോൾ ആക്ട്. ഈ റെൻറ്റ് കൺട്രോൾ ആക്ട് പ്രകാരം എത്രയാണോ ഒരു പ്രോപ്പർട്ടിക്ക് മാക്സിമം റെൻറ്റ് കളക്ട് ചെയ്യാൻ പറ്റുന്നത് ആ വാല്യൂവിനെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ, SRV. ആൻഡ് ഫൈനലി ARV. ARV means actual rental value. Say for example, I let out this property to Mr. Danish on a monthly rent of 10,000 rupees per month. So 10,000 rupees into 12 will be the actual rental value, ARV, actual rental value. But in some cases there are some confusions relating to ARV, actual rental value. The confusions are that, say for example, Danish paid me only 10 months rent, so actual rent received will become only 10,000 into 10, that is equal to 1 lakh. 2 months rent is receivable. അപ്പോൾ ഇൻകം ടാക്സിൽ ആക്ച്വൽ റെൻ്റൽ വാല്യൂ എന്ന് പറഞ്ഞാൽ റെൻറ്റ് റിസീവ്ഡ് മാത്രമല്ല, ആക്ച്വൽ റെൻ്റൽ വാല്യൂ ARV ഈസ് ഈക്വൽ ടു റെൻറ്റ് റിസീവ്ഡ് പ്ലസ് റെൻറ്റ് റിസീവബിൾ. ബട്ട് so the formula is ARV is clear. Actual rent received plus rent receivable for the year will become the actual rental value. But there is something called as unrealized rent. I'll give you an example. Say for example, ബിസിനസ്സിൽ സാധാരണ നമ്മൾ സെയിൽസ് ഉണ്ടാവും. If the sales is on credit, then we'll have debtors. എല്ലാ ഡെപ്റ്റേഴ്സും പൈസ തരും, അല്ലെങ്കിൽ നമ്മുടെ എമൗണ്ട് തരും എന്നില്ലാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷേ ചില ഡെപ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യില്ല, പൈസ തരത്തില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ലോസ് ഉണ്ടാവും. വി വിൽ കോൾ ദാറ്റ് ലോസ് ആസ് ബാഡ് ഡെപ്റ്റ്. ഈ ബാഡ് ഡെപ്റ്റ് ആക്ച്വലി ബിസിനസ് സംബന്ധിച്ചുള്ള ഒരു ലോസാണ്, എക്സ്പെൻസാണ്. നമ്മളത് എന്ത് ചെയ്യും, പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻകത്തിൽ നിന്ന് കുറക്കും. അതേപോലെ നമ്മുടെ പ്രോപ്പർട്ടി ഞാനൊരാൾക്ക് റെൻറ്റ് കൊടുത്തിട്ട് അയാൾ പ്രോപ്പർട്ടി വിട്ട് പോയപ്പോൾ അല്ലെങ്കിൽ വെക്കേറ്റ് ചെയ്ത് പോയപ്പോഴോ മറ്റോ അയാൾ ഒരു 1 month റെൻറ്റ് അല്ലെങ്കിൽ 2 month റെൻറ്റ് എനിക്ക് തരാതെ എന്നെ പറ്റിച്ചു പോയി. അപ്പോൾ ആക്ച്വലി നമ്മൾ ആ റെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും റെൻറ്റ് റിസീവ്ഡ് പ്ലസ് റിസീവബിൾ എടുക്കുമ്പോൾ നമ്മളത് ആഡ് ചെയ്തിട്ടുണ്ടാകും ARV കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ആ റെൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടൂല. അങ്ങനത്തെ റെൻറ്റിനെ പറയുന്ന പേരാണ് അൺറിയലൈസ്ഡ് റെൻറ്റ്, വാട്ട് വി കോൾ അൺറിയലൈസ്ഡ് റെൻറ്റ്. അപ്പോൾ ഈ ARV കാണുന്ന സമയത്ത് അൺറിയലൈസ്ഡ് റെൻറ്റ് ആക്ച്വലി നമ്മുടെ ലാൻഡ് ലോഡിക്ക് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനി കിട്ടുമെന്ന് വല്ല പ്രതീക്ഷയുണ്ടോ? രണ്ടുമില്ല. അതുകൊണ്ട് നമ്മൾ അത് അയാളെ ഇൻകമായിട്ട് കാണുന്നത് ഫെയർ ആണോ? ഇല്ല, ഇറ്റ്സ് അൺഫെയർ. അതുകൊണ്ട് ARVൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് പ്ലസ് റിസീവബിൾ മൈനസ് അൺറിയലൈസ്ഡ് റെൻറ്റ്. അപ്പോൾ എന്താണ് അൺറിയലൈസ്ഡ് റെൻറ്റ്? റെൻറ്റ് ഇർറിക്കവറബിൾ, റെൻറ്റ് വിച്ച് കനോട്ട് ബി റിക്കവേർഡ്, ലൈക്ക് ബാഡ് ഡെപ്റ്റ് ഇൻ കേസ് ഓഫ് ഡെപ്റ്റേഴ്സ്. That we call actual means unrealized rent. So the formula for ARV is equal to rent received plus rent receivable minus unrealized rent. So അപ്പോൾ ആക്ച്വൽ റെൻ്റൽ വാല്യൂവിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെൻറ്റ് റിസീവ്ഡ് പ്ലസ് റെൻറ്റ് റിസീവബിൾ മൈനസ് അൺറിയലൈസ്ഡ് റെൻറ്റ്. ഇനി ആക്ച്വൽ റെൻ്റൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അൺറിയലൈസ്ഡ് റെൻറ്റ് നമ്മൾ മൈനസ് ചെയ്യണമെങ്കിൽ ദർ ആർ സം കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ് ആസ് പെർ റൂൾ 4 ഓഫ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സിലെ റൂൾ 4 പ്രകാരം ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാണ്ട്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഒരു ഇയറിൽ അൺറിയലൈസ്ഡ് റെൻറ്റ് ഉണ്ടെങ്കിൽ ആ അൺറിയലൈസ്ഡ് റെൻറ്റ് നമ്മുടെ ARVയിൽ നിന്നും നമുക്ക് കുറക്കാൻ പറ്റുകയുള്ളൂ. സോ ദീസ് ആർ ദ കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെനൻസി ഷുഡ് ബി ബൊണാഫൈഡ്.
ബോണാഫൈഡ് മീൻസ് വിത്ത് ഗുഡ് ഇൻറ്റൻറ്റ്. നമ്മൾ ഒരാൾക്ക്, ഇപ്പോൾ ഞാൻ ഡാനിഷ് എന്നുള്ള ആൾക്ക് പ്രോപ്പർട്ടി റെൻറ്റിന് കൊടുത്തത് വിത്ത് ഗുഡ് ഇൻറ്റൻറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ അവിടെ ഒരു ചീറ്റിങ്ങോ അല്ലെങ്കിൽ അവിടെ ഒരു മാൽ പ്രാക്ടീസോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ദ ടെനൻസി അല്ലെങ്കിൽ നമ്മുടെ ഈ വാടക കരാർ നിലനിർത്തായിരിക്കണം ഷുഡ് ബി വിത്ത് ഗുഡ് ഫെയ്ത്ത്, ഗുഡ് ഇൻറ്റൻഷൻ ആയിരിക്കണം. ഇനി എന്ത് ചെയ്യണം വെച്ചാൽ ടെനൻ ഷുഡ് ഹാവ് വെക്കേറ്റഡ് ദാറ്റ് ഹൗസ് പ്രോപ്പർട്ടി. ഡാനിഷ് എനിക്ക് പ്രോപ്പർട്ടി എന്താ പറയുക റെൻറ്റ് തന്നിട്ടില്ല, അവൻ തരൂല്ല, എന്നെ പറ്റിച്ചു. പിന്നെ ഞാനവിടെ വച്ച് പൊറപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, അവനെ എടുത്ത് പുറത്തേക്ക് എടുത്ത് എറിയണം. ഷുഡ് ബി ദ ടെനൻ ഷുഡ് ഹാവ് വെക്കേറ്റഡ് ദ പ്രോപ്പർട്ടി. ടെനൻറ്റ് എന്ത് ചെയ്യണം, അവനെ ഇറക്കി വിടണം. അല്ലാതെ അവനെ വീണ്ടും നിർത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസത്തെ റെൻറ്റും എന്താവും, അൺറിയലൈസ്ഡ് റെൻറ്റ് ആവില്ലടൂ. ഓക്കെ. തേർഡ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ദ ടെനൻറ്റ് നമുക്കൊരു വില്ലുണ്ട്, ഇനിയും വേറെ ഒരുപാട് വില്ലാസ് ഉണ്ട്, അപ്പോൾ അവിടെയും ഇവനാണ് ടെനൻറ്റ്. അത് സംഭവിക്കാൻ പാടില്ല. ദ ടെനൻറ്റ് ഷുഡ് നോട്ട് ഓക്യുപ്പൈ എനി അതർ പ്രോപ്പർട്ടി ഓഫ് ദ സെയിം അസസി. ആൻഡ് ദ ലാസ്റ്റ് കണ്ടീഷൻ ഇസ് ദാറ്റ് അവന് എനിക്ക് പൈസ തരാതെ പോയിട്ടുണ്ട് എന്ന് വെച്ച് ഞാൻ നെഞ്ചതടിച്ച് കരഞ്ഞവിടെ ഇരിക്കണം വേണ്ടത്. അല്ലടോ, വാട്ട് യു ഷുഡ് ഡു, യു ഷുഡ് ടേക്ക് ലീഗൽ ആക്ഷൻ അഗെയിൻസ്റ്റ് ഹിം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അൺറിയലൈസ്ഡ് റെൻറ്റിന് റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എന്ത് ചെയ്യണം, എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ 4 കണ്ടീഷൻസ്: ടെനൻസി ഷുഡ് ബി ബോണാഫൈഡ്, ദ അസസി ഷുഡ് ബി, ദ ടെനൻറ്റ് ഷുഡ് ഹാവ് വെക്കേറ്റഡ് ദ പ്രോപ്പർട്ടി, reasonable steps should be taken against him, then he should not occupy any other property of the same assessee. If these 4 conditions are satisfied cumulatively, എല്ലാ 4 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം കേട്ടോ. സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അൺറിയലൈസ്ഡ് റെൻറ്റ് ARV കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെസ് ചെയ്യാൻ പറ്റും. എന്തിൽ നിന്നും, നമ്മുടെ റെൻറ്റ് റെസീവ്ഡ് പ്ലസ് റെൻറ്റ് റെസീവബിളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈനസ് ചെയ്യാൻ പറ്റും. സോ യു മൈറ്റ് ബി തിങ്കിങ്, ഞാനിപ്പോൾ എന്തിനാണ് 4 കൺസെപ്റ്റൊക്കെ MRV, FRV, SRV, ARV എടോ, നമ്മളിപ്പോൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത്? നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടീൻ്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നില്ലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം കാണേണ്ടത് ഗ്രോസ് ആനുവൽ വാല്യൂ ആണ്. ഒരു പ്രോപ്പർട്ടീൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ ആണ് നമ്മൾ ആദ്യം കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് MRV, FRV, SRV, ARV എന്നീ 4 കൺസെപ്റ്റുകളുടെ ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ 4 കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടീൻ്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ലുക്ക് അറ്റ് ദ ടേബിളിൽ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട്, അവരവിടെ നിന്നോട്ടെ, അവരുടെ അടുത്ത് നിങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. ഹി ഹാസ് നോ യൂസ് ഓവർ ഹിയർ നൗ, സോ ഫോർഗെറ്റ് ഓൾ ദീസ് തിങ്സ്, ഫോക്കസ് ഓൺ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ഓൺലി. സോ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടീൻ്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഞാൻ എങ്ങനെ കാണുന്നില്ലാണ്. അപ്പോൾ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടീൻ്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ആ പ്രോപ്പർട്ടീൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ ആണ്. സേ ഫോർ എക്സാമ്പിൾ, എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഈ പ്രോപ്പർട്ടിക്ക് ഒരു ഗ്രോസ് ആനുവൽ വാല്യൂ ഉണ്ടാവും ഈ വർഷത്തേക്ക്. ആ ഗ്രോസ് ആനുവൽ വാല്യൂ ഞാൻ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാന്നുള്ളത്, സേ ഫോർ എക്സാമ്പിൾ ഈ പ്രോപ്പർട്ടിക്ക് ഒരു MRV ഉണ്ടാവും. എൻ്റെ പ്രോപ്പർട്ടീൻ്റെ MRV എന്ന് പറഞ്ഞാൽ സേ ഫോർ എക്സാമ്പിൾ 1 lakh ആണ്. എൻ്റെ പ്രോപ്പർട്ടീൻ്റെ FRV ഒരു 1,10,000 ആണ്. SRV ഒരു 90,000 ആണ്. ഞാനിത് റെൻറ്റിന് കൊടുത്തത് 10,000 പെർ മന്ത് ആണ്. അപ്പോൾ എൻ്റെ ആക്ച്വൽ റെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10,000 ഇൻറ്റു 12 1,20,000 ആയിരിക്കും. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മളെങ്ങനെ കാണുന്നില്ലാണ്. ദർ ആർ 3 steps ടു ഡിറ്റർമൈൻ ദ ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടീൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ കാണണം. എടോ, എന്തിനാണ് ഗ്രോസ് ആനുവൽ വാല്യൂ കാണണം? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ 3 സ്റ്റെപ്പ് ഉണ്ട് ഗ്രോസ് ആനുവൽ വാല്യൂ കാണാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് MRV ഓർ FRV വിച്ച് എവർ ഈസ് ഹയർ. ലുക്ക് അറ്റ് ദ സ്ക്രീൻ. MRV ഓർ FRV വിച്ച് എവർ ഈസ് ഹയർ. അപ്പോൾ MRV ഓർ FRV വിച്ച് എവർ ഈസ് ഹയർ ഏതാ? FRV ആണ് ഹയർ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൻ്റെ ആൻസർ 1,10,000. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പിൻ്റെ റിസൾട്ട് ഓർ SRV വിച്ച് എവർ ഈസ് ലോയർ. ഫസ്റ്റ് ഹയർ, രണ്ടാമത്തെ ലോയർ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പിൻ്റെ റിസൾട്ട് 1,10,000 ആണ്. പിന്നെ SRV 90,000 ആണ്. വിച്ച് എവർ ഈസ് ലോവർ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ റിസൾട്ട് എന്തെങ്കിലും 90,000 ആയിരിക്കും. ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ റിസൾട്ടിനെ വിളിക്കുന്ന പേരാണ് ERV. ERV മീൻസ് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ. അതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നും പറയണമെന്നില്ല. രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ റിസൾട്ട് അത്രേ ഉള്ളൂ, കൂടുതൽ ഡെക്കറേഷനൊന്നുമില്ല. ഫൈൻ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് MRV FRV വിച്ച് എവർ ഈസ് ഹയർ ആയിരുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് വിച്ച് എവർ ഈസ് ഹയർ ഓർ SRV വിച്ച് എവർ ഈസ് ലോവർ. മൂന്നാമത്തെ സ്റ്റെപ്പ് വീണ്ടും ഹയർ. ആദ്യം കയറ്റം, പിന്നെ ഇറക്കം, വീണ്ടും കയറ്റം, അങ്ങനെ കൊടുത്താൽ മതി. അപ്പ് ഡൗൺ അപ്പ്, അപ്പ് ഡൗൺ അപ്പ്, ഇൻക്രീസ് ഡിക്രീസ് ഇൻക്രീസ്. ഓക്കെ, അങ്ങനെ ആലോചിച്ചാൽ മതി. ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ റിസൾട്ടായ ERV അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പിൽ വരുന്ന ഹീറോ ARV വിച്ച് എവർ ഈസ് ഹയർ. അപ്പോൾ ഇവിടെ ERV 90,000 ആണ്, ARV 1,20,000 ആണ്. എങ്കിൽ ഇതിൽ ഹയസ്റ്റ് ഏതാണ്? 1,20,000 ആണ്. ARV ആണ് ഹയസ്റ്റ് 1,20,000. അപ്പോൾ ARV ഹയസ്റ്റ് ആകുമ്പോൾ ARV ആയിരിക്കും നമ്മുടെ എന്ത്, ഗ്രോസ് ആനുവൽ വാല്യൂ. അപ്പോൾ ഒരു പ്രോപ്പർട്ടീൻ്റെ ഓരോ പ്രോപ്പർട്ടി വൈസാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കാണുക. ഒരു അസസിക്ക് ഇപ്പോൾ ഒരു 10 പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ 10 പ്രോപ്പർട്ടിക്കും നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ സെപ്പറേറ്റ് എന്ത് ചെയ്യണം, കാണണം. കാരണം 10 പ്രോപ്പർട്ടിക്കും ഡിഫറെൻറ്റ് MRV SRV ERV ARV ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ 3 സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ടാണ് നമ്മളൊരു പ്രോപ്പർട്ടീൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ കാണേണ്ടത്.
സോ അപ്പോൾ എന്തിനാണോ നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കാണുന്നു? ഐ റിപ്പീറ്റ്, വാട്ട് ആർ വി ഡൂയിങ് നൗ? വി ആർ ഗോയിങ് ടു കമ്പ്യൂട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓഫ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി ക്യാൻ ബി ഡിവൈഡ് ഇൻടു 3. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി, സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി, ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. വി ആർ നൗ ഗോയിങ് ടു കമ്പ്യൂട്ട് ഹൗ ടു കമ്പ്യൂട്ട് ദ income from house property of let out property. The first step is determining the gross annual value. Gross annual value കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 3 സ്റ്റെപ്പ് ഉണ്ട്. MRV, FRV, ഹയർ ഫസ്റ്റ് സ്റ്റെപ്പ് ഓർ SRV whichever is lower, അതിന് നമ്മൾ വിളിക്കും എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ ഓർ ARV whichever is higher will be the gross annual value. ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്നും വിൽ പ്രൊവൈഡ് എ ഡിഡക്ഷൻ ഓഫ് മുനിസിപ്പൽ ടാക്സ്. എല്ലാ പ്രോപ്പർട്ടിക്കും മുനിസിപ്പൽ ടാക്സ് ഉണ്ടാവുമല്ലോ. ആ മുനിസിപ്പൽ ടാക്സ് ആക്ച്വലി പെയ്ഡ്, ആ വർഷത്തേക്ക് എത്രയാണ് മുനിസിപ്പൽ ടാക്സ് ആക്ച്വലി ആ പ്രോപ്പർട്ടീൻ്റെ മുകളിൽ നമ്മുടെ ഓണർ അടച്ചത്. ഓണർ എന്ന് പറഞ്ഞാൽ ലാൻഡ് ലോഡ് അടച്ചെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യും? ഗ്രോസ് ആനുവൽ വാല്യൂന്ന് ഡിഡക്ഷനായിട്ട് കിട്ടും. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂന്ന് ഡിഡക്ഷനായിട്ട് കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കുറയോ കൂടുമോ? അബ്സല്യൂട്ട്ലി കുറയും. അപ്പോൾ അങ്ങനെ ഗ്രോസ് ആനുവൽ വാല്യൂന്ന് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫിഗറിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് ആനുവൽ വാല്യൂ. വാട്ട് വി കോൾ നെറ്റ് ആനുവൽ വാല്യൂ. അപ്പോൾ മുനിസിപ്പൽ ടാക്സ് ടെനൻ്റ് അടച്ചു കഴിഞ്ഞാൽ ഡിഡക്ഷൻ കിട്ടുമോ? കിട്ടില്ല. ആര് തന്നെ അടക്കണം? ലാൻഡ് ലോഡ് തന്നെ അടക്കണം. ഇനി ഇൻ കേസ് ടെനൻ്റ് അടിച്ചു, പക്ഷേ ലാൻഡ് ലോഡ് അത് റീഇംബേഴ്സ് ചെയ്തു, അപ്പോഴും ഡിഡക്ഷൻ കിട്ടുമോ? എടാ, ടെനൻ്റ് അടച്ചാലും ലാൻഡ് ലോഡ് റീഇംബേഴ്സ്മെൻറ്റ് നടത്തുമ്പോൾ ആക്ച്വലി ഇത് ആരെ പോക്കറ്റിൽ നിന്നാണ് പോകുന്നത്? ലാൻഡ് ലോഡിൻ്റെ കയ്യിൽ നിന്നല്ലേ. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ മുനിസിപ്പൽ ടാക്സ് നമ്മൾ കൊടുക്കുക അക്രൂവൽ ബേസിലാണോ അതോ ക്യാഷ് ബേസിലാണോ? ഇറ്റ് ഈസ് ഓൺ ക്യാഷ് ബേസിസ്. അടച്ചാൽ മാത്രമേ കിട്ടുമോ? അടച്ചില്ലെങ്കിലോ? കിട്ടൂല. അത്രേ ഉള്ളൂ. ഫൈൻ. അപ്പോൾ മുനിസിപ്പൽ ടാക്സ് നമ്മൾ എന്തെന്ന് കുറക്കുക? ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് കുറക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും ആ പ്രോപ്പർട്ടീൻ്റെ. അപ്പോൾ നമ്മൾ ആ പ്രോപ്പർട്ടീൻ്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞാൽ ഈ വർഷം എത്ര ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് എനിക്ക് റെൻറ്റ് കിട്ടിയെന്ന്. അപ്പോൾ നിങ്ങൾ പലരും കരുതുന്നുണ്ടാവും, അല്ല സാറേ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ വർഷം കിട്ടിയ ടോട്ടൽ റെൻറ്റിനല്ലേ ഞാൻ എടുക്കേണ്ടത്? അങ്ങനെയല്ല. Income tax has specifically mentioned some calculation like GAV and all these things, and you have to follow this calculation to determine the income from house property. Mere rent received for the year is not the income from house property. Are you getting me? Okay. So ഡിഡക്ഷൻസ് ഉണ്ട്. നെറ്റ് ആനുവൽ വാല്യൂ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു. നെറ്റ് ആനുവൽ വാല്യൂന്ന് 2 ഡിഡക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഡിഡക്ഷൻ എല്ലാ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയും അല്ല നെറ്റ് ആനുവൽ വാല്യൂവിൻ്റെ 30% എല്ലാവർക്കും ഫ്രീ ആയിട്ട് എടുത്തോ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30%. അപ്പോൾ എൻ്റെ നെറ്റ് ആനുവൽ വാല്യൂ 1 lakh ആണെങ്കിൽ ആ 1 lakhിൽ നിന്ന് 30% എനിക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ എന്തുവാടെ സാറേ ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ? നോക്ക്, ഒരാൾക്കൊരു പ്രോപ്പർട്ടി റെൻറ്റിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് അയാൾക്ക് ഒരുപാട് എക്സ്പെൻസസ് ഉണ്ടാവും ആ വർഷം. സേ ഫോർ എക്സാമ്പിൾ റിപ്പയർ, ഇൻഷുറൻസ്, മെയിൻ്റനൻസ്, റീപ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എക്സ്പെൻസസ് ഉണ്ടാവും. അപ്പോൾ സാധാരണ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ അത്ര കഠിന ഹൃദയമൊന്നുമല്ല. നിങ്ങൾക്കൊരു ഇൻകവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ എക്സ്പെൻസ് നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞോ, അപ്പോൾ ആ ഇൻകത്തിൽ നിന്നും എക്സ്പെൻസ് കുറച്ചിട്ട് ബാക്കിയുള്ളതിന്മേൽ മാത്രം നിങ്ങൾ എന്ത് കൊടുത്താൽ മതി? ടാക്സ് കൊടുത്താൽ മതി എന്നുള്ളതാണ് ഇൻകം ടാക്സിൻ്റെ ഒരു സ്റ്റൈല്. അപ്പോൾ ഇവിടെയും ഇൻകം ടാക്സ് എന്താ പറയുക അത്ര ക്രൂരൊന്നുമല്ല. നിങ്ങൾക്ക് ഒരു 1 lakh ഇൻകം ഉണ്ടെങ്കിൽ ആ 1 lakhിൽ നിന്ന് ഒരു 30% നിങ്ങൾ പല എക്സ്പെൻസിനും വേണ്ടിയിട്ട് മീറ്റ് ചെയ്തോ. എന്നിട്ട് ബാക്കിയില്ല നിങ്ങൾ 70,000 രൂപ ഞാൻ എന്ത് ചെയ്യണുള്ളൂ, നിങ്ങളെ ഇൻകമായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ എന്നാണ് ആര് പറയുന്നത്? ഇൻകം ടാക്സ് പറയുന്നത്. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ഓക്കെ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രോപ്പർട്ടി വാങ്ങാനോ അല്ലെങ്കിൽ ഉണ്ടാക്കാനോ കൺസ്ട്രക്ട് ചെയ്യാനോ അതോ ഞാൻ പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനോ റിനോവേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് ഇഫ് ഐ ഹാവ് ടേക്കൺ എ ലോൺ ആൻഡ് ഐ ആം ലോൺ എടുത്തിട്ടുണ്ട്. അങ്ങനെ ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോണും വല്ല ഇൻട്രസ്റ്റും എനിക്ക് എന്ത് കിട്ടും? ഡിഡക്ഷനായിട്ട് കിട്ടും. അപ്പോൾ നെറ്റ് ആനുവൽ വാല്യൂ 2 ഡിഡക്ഷൻ, നെറ്റ് ആനുവൽ വാല്യൂടെ 30%. അപ്പോൾ നീ റിപ്പയറിന് വേണ്ടിയിട്ട് എക്സ്പെൻസ് ചിലവാക്കിയാലും ഇല്ലെങ്കിലും നീ എത്ര കൂടുതൽ ചിലവാക്കിയാലും എത്ര കുറഞ്ഞ് ചിലവാക്കിയാലും നിനക്ക് എല്ലാവർക്കും കിട്ടും എത്ര പെർസെൻറ്റേജ്? 30% NAVൻ്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ശ്രദ്ധിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഈസ് ലൈക്ക് വാട്ട് വി കോൾ നമ്മുടെ മുനിസിപ്പൽ ടാക്സ് പോലെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമ്മൾ ഡ്യൂ ബേസിസിലാണ് ഡിഡക്ഷൻ. എന്ന് പറഞ്ഞാൽ ഈ വർഷത്തേക്ക് നമ്മൾ കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് 20,000 ബാങ്കിൽ ഡെബിറ്റ് ആയത്, പക്ഷേ നമ്മളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അത് നീ കൊടുത്തിട്ടില്ലെങ്കിൽ നിനക്ക് ഡിഡക്ഷൻ കിട്ടും. എന്ന് പറഞ്ഞാൽ ഡ്യൂ ബേസിസിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഡിഡക്ഷൻ കിട്ടും. മുനിസിപ്പൽ ടാക്സ് അങ്ങനെയല്ല. കഴിഞ്ഞ 5 വർഷം ഞാൻ മുനിസിപ്പൽ ടാക്സ് അടച്ചിട്ടേ അല്ല. വൻ കളത്തര കാണിച്ച് 5 വർഷം പോനെ നിനക്ക് ഒരു ഡിഡക്ഷൻ കിട്ടില്ല. പക്ഷേ ഇൻട്രസ്റ്റ് അടച്ചാലും അടച്ചില്ലെങ്കിലും ഇൻട്രസ്റ്റ് നമ്മൾ ഡ്യൂ ആവണനുസരിച്ച് കൊടുക്കാനാവണനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. മുനിസിപ്പൽ ടാക്സിൻ്റെ പോലെ അല്ല. ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ മുനിസിപ്പൽ ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. കീപ്പ് ഇൻ യുവർ മൈൻഡ് വൺസ് അഗൈൻ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഈസ് അലൗഡ് ഓൺ ഡ്യൂ ബേസിസ്. മുനിസിപ്പൽ ടാക്സ് ഈസ് അലൗഡ് ഓൺ പേയ്മെൻറ്റ് ബേസിസ്. സോ നമ്മൾ നെറ്റ് ആനുവൽ വാല്യൂ ഈ 2 ഡിഡക്ഷനും കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ആ പ്രോപ്പർട്ടീൻ്റെ
ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. ദിസ് ഈസ് ഈ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ് എന്ത് ചെയ്യുക, നമ്മുടെ അയാളെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യുക. ഇത് അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ ആഡ് ചെയ്തിട്ടാണ് ഇതിമേ ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അയാളുടെ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുക. ദിസ് ഈസ് ഹൗ ദ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓഫ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ഈസ് ടു ബി കമ്പ്യൂട്ടഡ്. വൺസ് അഗൈൻ I repeat, in order to compute the income from house property of a let out property, first thing that you need to compute is gross annual value. There are 3 steps involved in computation of gross annual value. First one, MRV or FRV, whichever is higher. Second step is first step or SRV, whichever is lower. Third step is ERV or ARV, whichever is higher. Then gross annual value will get the municipal tax has to be deducted, then net annual value. From net annual value, 2 directions. After these 2 directions, you will get income from house property. Let's do an example now. Jayashree owns 5 houses in Chennai, all of which are let out. Compute the gross annual value of each house from the information given below. 5 ഹൗസ് ഉണ്ട് ജയശ്രീക്ക്. അപ്പോൾ നമുക്കറിയാം, നമ്മളോട് ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ ഒരു അസസിൻ്റെ ടോട്ടൽ അല്ലെങ്കിൽ അസസി വൈസ് അല്ല നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യുക. ഇൻസ്റ്റഡ് വി വിൽ ബി കമ്പ്യൂട്ടിങ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓൺ പ്രോപ്പർട്ടി വൈസ്. അപ്പോൾ ഈ 5 പ്രോപ്പർട്ടിൻ്റെയും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് സെപ്പറേറ്റ് എന്ത് ചെയ്യണം, നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ വി ഗോയിങ് ടു കമ്പ്യൂട്ട് ഫസ്റ്റ്, നമ്മളോട് ഗ്രോസ് ആനുവൽ വാല്യൂ മാത്രം കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആസ് യു നോ 3 സ്റ്റെപ്സ്, MRV or FRV, whichever is higher. അതുപോലെ തന്നെ whichever is higher or SRV, whichever is lower. ആൻഡ് തേർഡ് സ്റ്റെപ്പ് ERV or ARV, whichever is higher. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഏതെങ്കിലും ഒന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ SRV ഇല്ല. അപ്പോൾ SRV ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, SRV 0 ആക്കി എടുക്കുകയല്ലേ ചെയ്യേണ്ടത്. SRV ഇല്ലാത്തതുകൊണ്ട് ആ സ്റ്റെപ്പ് എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് 1-2 ഹൗസിൻ്റെ നോക്കാം. ജസ്റ്റ് ഹൗസ് നമ്പർ 1 ഫസ്റ്റ് സ്റ്റെപ്പ് MRV or FRV, whichever is higher. ഏതാ ഹയർ, FRV ഹയർ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ റിസൾട്ട് 90,000. സെക്കൻഡ് സ്റ്റെപ്പ് SRV ആണ്. അപ്പോൾ SRV ഇല്ല. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്യുക. തേർഡ് സ്റ്റെപ്പിൽ നമുക്കറിയാം സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ ERV 90,000 വരും, ARV 70,000 ആണ്. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് നമുക്കറിയാം GAV is equal to ARV or ERV, whichever is higher, 90 or 72, whichever is higher 90,000. ലൈക്വൈസ് നമുക്ക് ഹൗസ് 5 ഒന്ന് ചെയ്യാം. ഹൗസ് 5 MRV FRV ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാ ഹയർ, 80,000. Then SRV or 80,000, whichever is lower, 78,000. Then 78 or 72, whichever is higher, 78,000. 78,000 will be GAV. Likewise നിങ്ങൾക്ക് കമ്പ്യൂട്ട് ചെയ്യുക. ദിസ് ഈസ് വെരി ഈസി. ബാക്കി 5 ഹൗസിന് നിങ്ങൾ ചെയ്താൽ മതി. ദിസ് ഈസ് ഹൗ ദ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓഫ് എ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ല, ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് എ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ഈസ് ടു ബി കമ്പ്യൂട്ടഡ്. ഹോപ്പ് യു ആർ അണ്ടർസ്റ്റുഡ്. So moving on to another question. Anirudh has a property whose MRV is 1,30,000. MRV is 1,30,000. Then their FRV is 1,10,000. Then the standard rental value fixed by Rental Control Act is 1,20,000. Everything has been provided in yearly. Then the property was let out for a rent of 11,000 per month. Throughout the previous year, unrealized rent was 11,000 and all conditions prescribed by Rule 4 are satisfied. So 11,000 per month ആണ് എൻ്റെ റെൻ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ARV is equal to ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് പ്ലസ് റിസീവബിൾ. അപ്പോൾ എത്ര ഇവിടെ റിസീവ്ഡ് എത്ര റിസീവബിൾ എന്നൊന്നും നമുക്കറിയില്ല. മൈനസ് അൺറിയലൈസ്ഡ് റെൻറ്റ്. അപ്പോൾ ഒരു മാസത്തെ റെൻറ്റ് അൺറിയലൈസ്ഡ് ആണ്, അത് നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഇനി നിങ്ങളോട് പറയുന്നത് വെച്ചാൽ the municipal tax is paid by was 10% of municipal valuation. MRV എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1,30,000 ആണ്. അപ്പോൾ 1,30,000ൻ്റെ 10% ആണ് നമ്മൾ എന്തടച്ചത്, മുനിസിപ്പൽ ടാക്സ് അടച്ചതെന്നുള്ള ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് പറയുന്നത് പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ വാസ് 40,000 ഫോർ ദ ഇയർ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ ഡ്യൂറിങ് ദ ഇയർ 40,000 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻട്രസ്റ്റ് നമ്മൾ എന്തായിട്ട് പ്രൊവൈഡ് ചെയ്യും, ഡിഡക്ഷനായിട്ട് പ്രൊവൈഡ് ചെയ്യും. ഇതിൽ ആർക്കും സംശയമൊന്നുമില്ല. പിന്നെ നമ്മൾ പറഞ്ഞ കേസ് ഇത്രേ ഉള്ളൂ. ഇൻട്രസ്റ്റ് പിന്നെ ഡ്യൂ ആയാലും പെയ്ഡ് ആയാലും മുനിസിപ്പൽ ടാക്സ് നമ്മൾ പേ ചെയ്യണം. മുനിസിപ്പൽ ടാക്സ് ക്വസ്റ്റ്യനിൽ എപ്പോഴും നോക്കണം, നിങ്ങൾ പെയ്ഡ് ഉണ്ടോ എന്നില്ലോ നോക്കണം. അപ്പോൾ മുനിസിപ്പൽ ടാക്സ് ക്ലിയർ ആയിട്ട് പറയേണ്ടത് ഹീ പെയ്ഡ് മുനിസിപ്പൽ ടാക്സ് പറയുന്നത് ഹീ പെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആരാ അടിച്ചത്, അനിരുദ്ധാണ് പേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അപ്പോൾ ഈ കേസിൽ നമ്മൾ എങ്ങനെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യുന്നതിലാണ്. അപ്പോൾ ഇതൊരു ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയാണ് നമുക്കറിയാം, കാരണം ഇവിടെ ഇയർലി റെൻ്റൊക്കെ തന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല, ഫൈൻ. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ ആദ്യം ഗ്രോസ് ആനുവൽ വാല്യൂ കാണണം. ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ MRV or FRV, whichever is higher.
ഓക്കെ ഫൈൻ. അപ്പോൾ ഏതാണ് ഹയർ? 1,30,030 ആണ് ഹയർ. ദെൻ 1,30,030 ഓർ SRV വിച്ച് എവർ ഇസ് ലോവർ. അപ്പോൾ ആരാണ് ലോവർ? 1,20,000 ആണ് ലോവർ. ദെൻ ERV ഓർ ERV വിച്ച് എവർ ഇസ് ഹയർ 1,21,000. 1,21,000 വിൽ ബി അവർ ഗ്രോസ് ആനുവൽ വാല്യൂ. ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മൾ എന്ത് ലെസ് ചെയ്യുക? മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്യുക. വെൻ യു ഡിറക്റ്റ് മുനിസിപ്പൽ ടാക്സസ് ഫ്രം ഗ്രോസ് ആനുവൽ വാല്യൂ യു വിൽ ഗെറ്റ് നെറ്റ് ആനുവൽ വാല്യൂ. നെറ്റ് ആനുവൽ വാല്യൂവിൻ്റെ 30% നമ്മൾ എന്തായിട്ട് പ്രൊവൈഡ് ചെയ്യും? ഡിഡക്ഷനായിട്ട്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇൻട്രസ്റ്റ് 40,000 ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വിൽ ബി നെറ്റ് ആനുവൽ വാല്യൂ മൈനസ് 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മൈനസ് 40,000. 35,600 വിൽ ബി ദ നെറ്റ് ആനുവൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിനെ കാണാൻ വേണ്ടിയിട്ട് ആദ്യം ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക, മുനിസിപ്പൽ ടാക്സ് കുറക്കുക, നെറ്റ് ആനുവൽ വാല്യൂ കാണുക, 30% ഡിഡക്ഷൻ കൊടുക്കുക, ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്ത് ലെസ് ചെയ്യുക. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. പിന്നെ ഇത് ആൻസർ ചെയ്യുന്ന സമയത്ത് ഇത് അനുരുദ്ധിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി മിസ്റ്റർ അനിരുദ്ധ് ഫോർ ദ പ്രീവിയസ് ഇയർ 2019-20 അസസ്മെൻറ്റ് ഇയർ 2021 പർട്ടിക്കുലേഴ്സ് എമൗണ്ട് ഫിഗർ ആ രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വേണം പ്രസൻറ്റ് ചെയ്യാൻ. ഐ ജസ്റ്റ് മെയ്ഡ് എ റഫ് കാൽക്കുലേഷൻ ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ്. ഹോപ്പ് യു ആർ അണ്ടർസ്റ്റുഡ്. Let's do one more question. Illustration 5. Ganesh has a property whose MRV is 2,50,000. MRV 2,50,000 ആണ്. So then the fair rental value is 2 lakh. അപ്പോൾ MRV or FRV whichever is higher നമുക്ക് ഡയറക്റ്റ്ലി എടുക്കാൻ പറ്റും. 2 lakh or 2,50,000 whichever is higher. 2,50,000 is higher. And the standard control act SRV is 2,10,000. So the ERV will be first step or SRV whichever is lower. So the ERV will be 2,10,000. The property was letted for a rent of 20,000 per month. The property was let out for a rent of 20,000 per month. 20,000 per month. However, the tenant vacated the property on 31st January 2020. അപ്പോൾ നമ്മൾ ARV കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ARV ഈസ് ഈക്വൽ ടു റെൻറ്റ് റെസീവ്ഡ് പ്ലസ് റെൻറ്റ് റെസീവബിൾ. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി ആക്ച്വലി നമ്മൾ വെക്കേറ്റ് ആയിട്ടുണ്ട്. എന്താണ് വെക്കേറ്റ് ആയിട്ടുള്ളത്? 31st January 2020 എന്ന് പറഞ്ഞാൽ നമ്മൾ 2 months നമ്മൾ റെൻറ്റിന് കൊടുത്തിട്ടില്ല. 2 months പ്രോപ്പർട്ടി വേക്കൻ്റ് ആയിരുന്നു. അപ്പോൾ 12 monthസിൽ 2 months കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എത്ര മന്ത് കൊടുത്തു? 10 months കൊടുത്തു. അപ്പോൾ 10 into 20,000 വിൽ ബി ദ ARV. ഇനി അതിൽ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ട് 20,000. ഓൾ കണ്ടീഷൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ റൂൾ 4 ആർ സാറ്റിസ്ഫൈഡ്. അപ്പോൾ എപ്പോഴും അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ടെങ്കിൽ ഈ റൂൾ 4ലെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് യു ഷുഡ് ചെക്ക്. ഓക്കെ, അപ്പോൾ റൂൾ 4ലെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ പറ്റൂലേ? അബ്സല്യൂട്ട്ലി വി ക്യാൻ റെഡ്യൂസ്. അപ്പോൾ 1,80,000 ആയിരിക്കും നമ്മുടെ എന്ത് ARV. പിന്നെ ഓൾ കണ്ടീഷൻസ് പ്രിസ്ക്രൈബ്ഡ് ഹി പെയ്ഡ് മുനിസിപ്പൽ ടാക്സ് ഓഫ് 8% ഓഫ് മുനിസിപ്പൽ വാല്യുവേഷൻ. MRVൻ്റെ 8% മുനിസിപ്പൽ ടാക്സ് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ MRV നമുക്കറിയാം ഇവിടെ 2,50,000 ആണ്. 2,50,000ൻ്റെ 8% നമ്മൾ എന്ത് കൊടുത്തു? മുനിസിപ്പൽ ടാക്സ് കൊടുത്തു. സോ ദാറ്റ് വിൽ ബി അലൗഡ് ആസ് എ ഡിഡക്ഷൻ. Then municipal interest on borrowed capital was 65,000. Interest on borrowed capital is also allowed as deduction. സോ ഈ കേസിൽ നമ്മളോട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം MRV or FRV ചോറി ഹയർ നമ്മളെടുത്തു. SRVനോട് കമ്പയർ ചെയ്തിട്ട് ERV നമുക്ക് 2,10,000 കിട്ടി. ഇനി നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ നമുക്കറിയാം 2,10,000 or 1,80,000 എന്ന് പറഞ്ഞാൽ ERV or ARV വിച്ച് എവർ ഈസ് ഹയർ. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മുടെ റിസൾട്ട് വരേണ്ടത് 2,10,000 ആണ്. ബട്ട് there is a provision in income tax. The provision is that ERV ARVനേക്കാൾ ഹയർ ആയി പോയത്, ലുക്ക് അറ്റ് ബിലോ, ERV ARVനേക്കാൾ ഹയർ ആയി പോയത് വാക്കൻസി കാരണമാണെങ്കിൽ then ARV will be the GAV. You didn't understand anything. I understood. See, ARV ERVനേക്കാൾ ചെറുതാണ്. യെസ്, കാരണം 2 മാസം നമ്മൾ റെൻറ്റിന് കൊടുത്തിട്ടില്ല, ഇല്ലല്ലോ. അപ്പോൾ കാരണം നമുക്കറിയാം ജാനുവരി 31 ഇയാൾ പോയി എന്നുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ലടോ. ഓക്കെ, അപ്പോൾ 2 മാസം കൂടി ഞാൻ റെൻറ്റ് കൊടുത്തായിരുന്നെങ്കിൽ എനിക്ക് 20,000 into 2 ഒരു 40,000 രൂപയും കൂടെ എന്ത് ഉണ്ടായിരുന്നു? റെൻറ്റ് കിട്ടുമായിരുന്നു. അപ്പോൾ കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ടോട്ടൽ എന്താ പറയുക, എൻ്റെ ARV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആകുമായിരുന്നു? 2,20,000 ആകുമായിരുന്നു. 1,80,000 അല്ല, 2,20,000 ആകുമായിരുന്നു. അങ്ങനെ എൻ്റെ 2,20,000 ആകുകയായിരുന്നുവെങ്കിൽ എൻ്റെ ERVനേക്കാൾ കൂടുതലായിരുന്നു ആര്? എൻ്റെ ARV. അപ്പോൾ ഐ ക്യാൻ സേ ദാറ്റ് ഇവിടെ ARV ERVനേക്കാൾ ചെറുതായി പോയത് വാക്കൻസി കാരണമാണ്. അങ്ങനെയാണ്. അപ്പോൾ എങ്ങനെ സാറേ ഞങ്ങൾ അങ്ങനെയെന്നൊക്കെ ചെക്ക് ചെയ്യുക, ഇതൊക്കെ എന്തൊരു എങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇവിടെ അങ്ങനെ ഒന്നുമില്ല, ഇത് ഭയങ്കര ഈസിയാണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ മന്ത്ലി റെൻറ്റ് ഇപ്പോൾ ഒരു 10,000 ഉള്ളൂ, എന്നിട്ട് ARV 1,80,000 നിൽക്കുന്നത്.
അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി എത്ര മാസം കൂടെ വേക്കൻസി വന്നോളൂ? 2 മാസം കൂടെ. അപ്പോൾ 2 മാസം കൂടെ ഞാൻ ഇതിന് റെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ 1,80,000 പ്ലസ് 10,000 വന്നു കഴിഞ്ഞാൽ 2,00,000 അല്ലേ വരുള്ളൂ. അപ്പോൾ എൻ്റെ ARV അപ്പോഴും ആരേക്കാൾ ചെറുതാണ്? ERV-നേക്കാൾ ചെറുതാണ്. അപ്പോൾ എൻ്റെ ARV ചെറുതായി പോയത് വേക്കൻസി കാരണമാണോ? അല്ല. അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യുക സാറേ? എടാ ഒന്നുമില്ല, ARV കിട്ടിയ എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ടിലോട്ട് നമുക്ക് ആ വേക്കൻസി പീരീഡിലെ റെൻറ്റും കൂടെ ആഡ് ചെയ്ത് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ ERV-നേക്കാൾ കൂടുതലായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ARV എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വേക്കൻസി കാരണമാണ് ERV-നേക്കാൾ ചെറുതായി പോയത്. അപ്പോൾ ഇഫ് ദ ARV ഈസ് ലോവർ ദാൻ ERV ഡ്യൂ ടു വേക്കൻസി, ദെൻ നിങ്ങൾ അപ്പോൾ ഹയർ ആരാണോ ചെറുതാണാണോ എന്നുള്ളത് സ്കെയിലിട്ട് അളക്കാൻ നിൽക്കേണ്ട. ARV വിൽ ബി ദ GAV. അപ്പോൾ വേക്കൻസി കാരണമാണ് ERV ഹയർ ദാൻ ARV ആയതെങ്കിൽ ARV വിൽ ബി ദ GAV. അപ്പോൾ ഇവിടെ ഹയസ്റ്റ് അല്ല എടുക്കുക, ഇവിടെ നമ്മൾ ആരെടുക്കുക? GAV എന്ന് പറഞ്ഞിട്ട് 1,80,000 എടുക്കുക. പിന്നെ 1,80,000 GAV ആണെങ്കിൽ മുനിസിപ്പൽ ടാക്സ് 20,000, അപ്പോൾ നെറ്റ് ആനുവൽ വാല്യൂ 1,60,000. നെറ്റ് ആനുവൽ വാല്യൂ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 48,000 കുറയും. പിന്നെ ഇൻട്രസ്റ്റ് 65,000 കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഫ്രം പ്രോപ്പർട്ടി വിൽ ബി